ആദ്യമായിട്ട് കണ്ണനെ കണ്ടത് എന്ന് പറയാന് 2009-ലാണ്. അതുവരെ ഞാൻ കണ്ണൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കാണേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ദേഷ്യവും വെറുപ്പും ആയിരുന്നു കണ്ണൻ എന്ന് പറയുന്ന പേരിനോട്. എനിക്ക് ഹിന്ദു മതസ്ഥരുടെ ദൈവമാണ് എന്നറിയാന്നല്ലാതെ കണ്ണനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2009 എൻ്റെ വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയതാണ്. അപ്പൊ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കണ്ണാന്ന് വിളിച്ചു. എനിക്ക് ആകെ ദേഷ്യമായിട്ട് വന്നു. കാരണം സ്വന്തം വീട്ടിലും കുടുംബത്തിലും ഒക്കെ കണ്ണാന്ന് വിളിയാണ്. മറ്റൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇവിടെ ഇതേ വിളി തന്നെയാണോ എന്നുള്ള ദേഷ്യത്തിലാട്ടോ ഞാൻ അദ്ദേഹത്തിനെ നോക്കിയത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ അല്ല, ശരിക്കുള്ള കണ്ണനെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാ ശരിക്കുള്ള കണ്ണൻ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം അദ്ദേഹമാണ് കണ്ണനെ ചൂണ്ടിക്കാണിച്ചിരുന്നത്, ഇതാണ് യഥാർത്ഥത്തിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കണ്ടപ്പം ശരിക്കും കൗതുകം പോലെ തോന്നിട്ടോ. കൗതുകമാണോ, സന്തോഷമാണോ, സങ്കടമാണോ, എന്താ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാല്, ഇത്രയും കാലം ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണല്ലോ എന്നെ കളിയാക്കിയെന്നും അതിൻ്റെ പേരിലാണല്ലോ ഞാൻ കരഞ്ഞതെന്നും ബഹളം വെച്ചതെന്നൊക്കെ ഓർത്തപ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നിയിട്ടോ. അങ്ങനെ ഇരിക്കെ എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ നോട്ട് ചെയ്യൽ തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ, എന്നെ ഇവിടെ കല്യാണം കഴിച്ച് കൊയിലാണ്ടിക്ക് കൊണ്ടുവന്നിടത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഹിന്ദു മതസ്ഥരാണ് കൂടുതലുള്ളത്. ഞാൻ ശരിക്കും ഒരു അമ്പലം കാണുന്നതെന്ന് പറയുന്നത് തന്നെ വിവാഹത്തിന് ശേഷം എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ നാട്ടിലൊക്കെ ഒരു 1/2 കിലോമീറ്റർ വെച്ചിട്ട് പള്ളികളുണ്ട്, ഇഷ്ടം പോലെ പള്ളികളുണ്ട്. അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്. ഇവിടെ അതേപോലെ അമ്പലങ്ങളാണ്. വീടിൻ്റെ തൊട്ടടുത്ത് ഇവിടെ അമ്പലമാണ്, എനിക്ക് അവിടെ തൊട്ടടുത്ത് പള്ളിയുമാണ്. അപ്പോൾ ശരിക്കും ഒരു അമ്പലം കാണുന്നത് തന്നെ ഇവിടെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ. അങ്ങനെ എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ നോട്ട് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് 2013-ലാണ് എൻ്റെ വീട് പണി നടക്കുന്ന ഒരു സമയം. വീട് പണി നടക്കുന്നതെന്ന് വെച്ചാൽ, തറവാട് വീട് പൊളിച്ചിട്ട് മണ്ണെടുത്തിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പം കുറച്ച് സ്ഥലമുള്ളത് കൊണ്ട് മണ്ണെടുത്തതായതുകൊണ്ട് എവിടെയും തണലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വീട് വെക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ഷെഡ് വെച്ചിട്ട് അവിടെയായിരുന്നു താമസം. അപ്പോൾ ഈ മണ്ണെടുത്ത സ്ഥലമായതുകൊണ്ട് തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ ഇരിക്കെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊരു കട്ടിലും ഒരു പായും വലിച്ചു കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ആ സമയം എന്ന് പറയുന്നത് ഞാൻ 2ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം വീണപ്പോൾ ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീട്ടുപണിക്ക് കൊണ്ടുവന്ന പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കണ്ണനെ കാണുന്നത്. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ ഞാൻ അതിനെ എടുത്തു. ശരിക്കും വീട്ടിലൊരു ജോലിയും ഇല്ലാത്തതിൻ്റെ പേരിലാട്ടോ ഞാൻ ആദ്യമായിട്ട് കണ്ണനെ വരയ്ക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വരച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വരച്ച് നോക്കി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടിൽ നന്നായോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ അതൊരു കണ്ണനാണെന്ന് പറയാം. പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ ചിത്രം ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് പറയില്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ പാർട്സ് വഴി നോക്കുക വെച്ചാൽ ഒരിക്കലും ഭംഗി ഉണ്ടാവില്ല കേട്ടോ കണ്ണന്. എന്ന് വെച്ചാൽ ഭംഗിയല്ല, ഒന്നും കൂടി ശരിയാവാനുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. കണ്ണാണെങ്കിലും മൂക്കാണെങ്കിലും ഒക്കെ അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഒറ്റനോട്ടത്തിൽ അതൊരു ഫോട്ടോ ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ നോക്കുകയാണെങ്കിൽ പല പല കുറ്റങ്ങളും അതിലുണ്ടാവും. അങ്ങനെ ഇരിക്കെ ഞാനത് വരച്ചു. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ണൻ അടിപൊളിയാണ്, പക്ഷെ നിന്റെ വീട്ടുകാർ കാണണ്ട, അത് നിനക്കൊരു പ്രശ്നമാവട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയല്ല, എൻ്റെ വീട്ടുകാരെയാണ് എടുത്തു വെച്ച് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ കൂടെ പലരും കേട്ടിട്ടുണ്ടാവും എൻ്റെ ഉമ്മ വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. കുറച്ച് സ്ട്രോങ് ആണ് ആൾക്കാർ, കുറച്ച് മതപരമായിട്ട് മുമ്പോട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇക്കാക്ക് ആദ്യമായിട്ട് വരച്ച ചിത്രമല്ലേ, നമ്മൾ നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോടൊന്ന് ഞാൻ ഫ്രെയിം ചെയ്ത് കൊണ്ടുത്തരാമെന്നും പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ ഒരു സുഹൃത്തുണ്ട്, ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട്, മങ്ങാട് കോവിലകത്തുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ ജീവിതത്തിലെ വൈത്തിരിവ് എന്ന് പറയുന്നത് ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു മൊമെൻ്റ് ആയിരിക്കും ഒരു പക്ഷേ. അങ്ങനെ ഞാൻ ശങ്കരേട്ടന് ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അവർ 2 കൈയും കൂട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ശങ്കരേട്ടൻ്റെ അമ്മക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ശങ്കരേട്ടൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ, ശങ്കരേട്ടന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏജ് ഓവറായപ്പം ഡോക്ടർ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൻ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് നല്ല നല്ല കുറേ കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നു. അതിലൊന്ന് ശങ്കരേട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ടെൻഷൻ കൊണ്ട് ഇവരേതോ ഒരു ജോലിസ്ഥലത്ത് പോയതാണ്, ഈ കുഞ്ഞ് അബോർഷനായി പോവാതിരിക്കാൻ
അവരുടേതായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ജ്യോത്സ്യർ രാശി വെച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് നിങ്ങൾക്ക് വിധിച്ചതാണ്, വീട്ടിൽ നന്നായിട്ട് ദൈവസാന്നിധ്യം കാണുന്നുണ്ട്, എന്തെങ്കിലും കർമ്മങ്ങളോ കാര്യങ്ങളോ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു, കർമ്മങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം കുട്ടി ഒരു കണ്ണനെ വരച്ചു കൊണ്ട് തന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ജ്യോത്സ്യർക്ക് ഇതൊരു പ്രത്യേകമായിട്ട് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാടാണ്. എൻ്റെ നാട് എന്ന് പറയുന്നത് താമരശ്ശേരി പൂനൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ്. അവിടത്തേക്കൊരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെ ആയിരിക്കും. അതേപോലെ ഒരു അത്ഭുതമായിട്ട് തോന്നി ഈ ജ്യോത്സ്യർക്കും. അപ്പോൾ ജ്യോത്സ്യർ ചോദിച്ചു, ആ കുട്ടിയുടെ പേരും നാളൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ശങ്കരേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു, നിൻ്റെ പേരും നാളൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നാളെ അറിയായിരുന്നു, സമയവും ഡേറ്റും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഇവർ നോക്കിയിട്ട് എന്തോ മുൻജന്മത്തിൽ എന്തോ കാര്യം കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനിതൊന്നും ഉൾക്കൊള്ളാനൊന്നുമില്ല. ഞാനൊരു ചെവി കൂടെ കേട്ടു, വേറൊരു ചെവി കൂടെ വിട്ടു, അത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷേ ശങ്കരേട്ടൻ ഇതൊന്നും വിട്ടില്ല. ശങ്കരേട്ടൻ ഇതൊക്കെ മനസ്സിൽ കണ്ട് ശങ്കരേട്ടനെ ഈ പറയും പോലെ അമ്പലത്തിൽ ബാധ ഒഴിപ്പിക്കാനും പൂജക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പൂജാരിയാണ് അമ്പലത്തിലെ. അങ്ങനെ ശങ്കരേട്ടൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോടൊക്കെ ശങ്കരേട്ടൻ കഥ പറയൽ തുടങ്ങി. കണ്ണനെ വരച്ചൊരു മുസ്ലിം കുട്ടീൻ്റെ കഥ. ആ കണ്ണനാണ് ഇത് എന്നുള്ളതും കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ കണ്ണൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതും ശങ്കരേട്ടൻ കൂട്ടിച്ചേർത്തു. അത് കേട്ട എല്ലാവർക്കും ഒരു അത്ഭുതം, ഇങ്ങനൊരു കുട്ടി വരച്ചു എന്നുള്ളതിൽ. അങ്ങനെ ശങ്കരേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ആ കുട്ടിയുടെ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചിങ്ങനെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പം ഞാനെന്ന് പറയുന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു പണിയില്ല, ബെഡ് റെസ്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരുടെ ഓർഡർ എന്നും പറയാനില്ല, ഓരോരുത്തരുടെ കഷ്ടപ്പാടും കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അങ്ങനെ വരച്ചു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 75% ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. എന്താ സത്യാവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. അങ്ങനെ ഈ പറഞ്ഞതുപോണം ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിർത്തിക്കോ, ഇനി ഇതിന് എനിക്ക് പൈസ ചിലവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കണ്ണനിലൂടെ ഒരു വരുമാനം മേടിക്കൽ തുടങ്ങിയത്. അതുവരെ ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന ഡെഡിക്കേഷൻ ആയിരിക്കാം ഇതിനൊക്കെ ഒരു വലിയൊരു കാര്യമാവുന്നത്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് പറയുന്നതിന് ഒരു വിരോധമില്ല. എന്നെ സംബന്ധിച്ച് അതൊരു വെറും ഒരു ഫോട്ടോ മാത്രമാണ്. എനിക്കൊരു വരുമാന മാർഗം കിട്ടുന്ന വെറും ഒരു ഫോട്ടോ. പക്ഷെ അത് മറ്റൊരു മതസ്ഥൻ്റെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ആ ദൈവമാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് തന്നെ നിൽക്കണം. എനിക്കൊരു ബിസിനസ് എന്ന് ഉപരി, അതിനേക്കാട്ടിലുപരി ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടിയിട്ടുണ്ട്, ഞാൻ കുളിച്ചിട്ടാണ് വരയ്ക്കാറ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് വെറും ഒരു ചിത്രമാണത്. പക്ഷെ അത് മറ്റൊരു മതസ്ഥൻ്റെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമാണ്. ആ ഒരു ബഹുമാനത്തോടെ കൂടെയാണ് ഞാൻ ആ ഒരു ഫോട്ടോ പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം കേട്ടോ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നമ്മുടെ ശങ്കരേട്ടൻ അവിടെ ഒരു ഉണ്ണിക്കണ്ണൻ പിറന്നു. അവനെ കണ്ണാൻ തന്നെ കേട്ടോ വിളിക്കാറ്. അങ്ങനെയാണ് ഞാൻ ഈ ചിത്രവര രംഗത്തേക്ക് എത്തിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. ഞാൻ ചിലപ്പം വിചാരിക്കും എന്തോ എവിടെയോ കണക്ട് ചെയ്തത് പോകണം. കാര്യം എന്താ വെച്ചാൽ എന്നെ ഒരിക്കലും എൻ്റെ വീട്ടിൽ കണ്ണാന്ന് വിളിക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓർത്തഡോക്സ് ഫാമിലിയാണ്. അവർക്ക് മതം വിട്ടിട്ട് ഒരു കളിയേ ഇല്ല. പക്ഷേ അത്രത്തോളം മതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ട് പോലും എല്ലാവരും എന്നെ കണ്ണാന്ന്, ഇന്ന് എന്നെ തള്ളി പറഞ്ഞ എല്ലാ മനുഷ്യരും എന്നെ കണ്ണാന്ന് ഒരു കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ രണ്ടാൾ എന്നില്ല. ഇന്ന് എന്നെ എൻ്റെ കുടുംബത്തിലേക്ക് കയറ്റാറില്ല, ഉമ്മ കുടുംബത്തിലേക്ക് കേട്ടോ. ആ ഉമ്മ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും ഒരു കാലത്ത് എന്നെ കണ്ണാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ കണ്ണനോട് ഇഷ്ടം തോന്നി, അതൊരു ആരാധനയായി, അതൊരു വരുമാന മാർഗമായി ഇന്നിവിടെ നിൽക്കുന്നുണ്ട്.